അജിത് കുമാറിനെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം വേണം. ഈ 3 ഘട്ടമായിട്ടുള്ള അന്വേഷണമൊക്കെ പ്രതിപക്ഷം അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്, വാദത്തിന് അവർ അംഗീകരിക്കാനും തയ്യാറാണ്, അതൊക്കെ കൊള്ളാം. പക്ഷേ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ നിന്ന്, ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തിടത്തോളം കാലം സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം അത് അജിത് കുമാറിനെ രക്ഷിക്കാനും വേണ്ടിയുള്ളതായി മാറും എന്ന ഒരു ധാരണയിലും ബോധ്യത്തിലുമാണ് അവർ നിൽക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ മറ്റൊന്നുകൂടി പറയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIM ഇതിനോടകം തന്നെ പറഞ്ഞിട്ടില്ലേ മാറ്റി നിർത്തണം അജിത് കുമാറിനെ, എന്നിട്ടും ഈ സർക്കാർ മാറ്റി നിർത്താതെ അന്വേഷണം നടത്തുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന പ്രതിപക്ഷ വാദം ഇപ്പോഴുമുണ്ട്. അത് വെച്ചാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് പൂരം കലക്കിയതാകെയും മുഖ്യമന്ത്രിയുടെ നേരെ ആരോപിക്കാൻ, അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ താല്പര്യാർത്ഥം എന്ന നിലയിൽ ആരോപിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലാണിപ്പോൾ സേനാപതി വേണുവും സംസാരിച്ചത്. വിമർശനം കേട്ടല്ലോ, മറുപടി. ഇല്ല, കോൺഗ്രസ് നേതാവിൻ്റെ പൂർണ്ണമായ വാദങ്ങൾ കേട്ടില്ലെങ്കിലും അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തത്തില്ല. കാരണം എന്താണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ അത്ര പക്വതയോടുകൂടെ പോലീസിനെ കൈകാര്യം ചെയ്തതല്ല എന്നുള്ളതാണ് പരിമിതമായ കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇതിനോട് ചേർത്ത് നിർബന്ധമായും നമ്മളെല്ലാവരും അനുസ്മരിക്കേണ്ട ഒരു ഉദാഹരണം 2016 അനന്തരമുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ പിറവിക്ക് ശേഷം UDF സർക്കാരിൻ്റെ കാലയളവിലെ സുപ്രധാന പോലീസ് പദവി കൈകാര്യം ചെയ്തിരുന്ന RSSൻ്റെ ലക്ഷണമൊത്ത പ്രചാരകനായിരുന്നല്ലോ പിന്നീട് DGP ആയി വന്നയാൾ സെൻകുമാർ. അപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഉടലെടുത്തിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ആങ്കർ എന്ന നിലയിൽ അങ്ങ് നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും. കേരളത്തിൻ്റെ നിയമസഭയിൽ RSSൻ്റെ പ്രചാരകനായി മാറിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലില്ല, അദ്ദേഹം മറ്റൊരു കൂട്ടത്തിലാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും ആ RSSൻ്റെ പ്രചാരകനെ കേരള പോലീസിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് നിയമയുദ്ധം നടത്തി, രാഷ്ട്രീയ സമരം നടത്തി. അദ്ദേഹത്തിന് താൽക്കാലികമായൊരു നേട്ടം കോടതി ഉത്തരവിന്റെ ഭാഗമായി ലഭിച്ചപ്പോൾ അതിൽ ആഹ്ലാദിച്ചുകൊണ്ട് ലക്ഷണമൊത്ത RSSൻ്റെ പ്രചാരകനായി സ്വയം സാക്ഷ്യപ്പെടുത്തുകയും അതിനോടകം രൂപാന്തരപ്പെടുകയും ചെയ്ത ഒരു മാന്യൻ കേരള പോലീസിന്റെ തലപ്പത്തേക്ക് താൽക്കാലികമായി വന്നപ്പോൾ തന്നെ അതിൽ ആഹ്ലാദിക്കുകയും ലഡു വിതരണം ചെയ്യുകയും അതിൽ ഇടതുമുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അപഹസിച്ച് സന്തോഷിക്കുകയും ചെയ്തവരാണ് ഈ കൂട്ടർ. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ പക്വത എന്തുമാത്രമുണ്ട് എന്ന് ഇപ്പോൾ മാത്രമല്ല ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ADGP തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് എന്നുള്ളത് കാൽപ്പനികമായി പറയുന്ന ഒരു വാചകമല്ല, ഏതെങ്കിലും ഒരു മൈതാനത്ത് നടത്തുന്ന ഒരു പൊതുയോഗ പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വരിയുമല്ല. കാരണം എന്താണ്, സമീപത്ത് കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള ഏത് അനുഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഏതനുഭവം പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 108 പോലീസുകാരെ തൊപ്പി ഊരി വെച്ച് പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ചെറിയ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അല്ല കേട്ടോ കോൺഗ്രസ് പ്രതിനിധി. അവരെ ഒന്നും തിരികെ പോലീസ് സേനയുടെ ഭാഗമായി ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. മാപ്പർഹിക്കാത്ത കൊടും ക്രൂരത തെറ്റായി കേരള പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ DYSP റാങ്ക് ഉൾപ്പെടെയുള്ള 108 പേർക്കാണ് ഇന്ന് തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരുന്നു ഇപ്പോഴത്തെ ഈ ചർച്ച കാണേണ്ട ഗതികേട് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പോലീസിലെ തെറ്റുകൾക്കെതിരെ അത്ര കണിശതയോടുകൂടെ നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും കേരളത്തിന്റെ പൊതുചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഈ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ADGPക്കെതിരെ ഇന്നിപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അക്കാര്യത്തിൽ DGPയുടെ ഒരു കവറിംഗ് ലെറ്ററിലെ പ്രയോഗം തന്നെ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ADGPയുടെ ഭാഗത്ത് നിന്ന് മാപ്പർഹിക്കാനാവാത്ത ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതിന്റെ വെളിച്ചത്തിൽ ഇനി നിയമ നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി ഒരു സംശയവും വേണ്ടതില്ല, നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ ADGP തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുകയല്ല, അദ്ദേഹം ഉപ്പ് തിന്നതിന് ലക്ഷണമൊത്ത നിലയിൽ വെള്ളം കുടിപ്പിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനം. അക്കാര്യത്തിൽ അങ്ങേക്ക് അധിക ദിവസം കാക്കേണ്ട വരില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ചെറിയ ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ കേവലമായ മണിക്കൂറുകൾക്കകം ഇദ്ദേഹത്തിനെതിരെ 30 ദിവസത്തിനകം പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ആ റിപ്പോർട്ടിന്റെയും നടപടികളുടെയും വെളിച്ചത്തിൽ താൽക്കാലികമായ മാറ്റി നിർത്തലല്ല, അതിശക്തമായ നടപടിയിലേക്ക് തന്നെ ഈ സർക്കാർ പോകും. ഒരു സംശയവും വേണ്ടത് എന്ന് വെച്ചാൽ ജയിക്ക് പറയുന്നത് പ്രതിപക്ഷം ഇതിൽ അധിക ദിവസമോ അധിക മണിക്കൂറോ അധിക ദിവസമോ പ്രതിപക്ഷത്തിന് ആഹ്ലാദിക്കാൻ കഴിയില്ല എന്നാണോ? ജയിക്ക് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് മുഖ്യമന്ത്രി അൻവറിൻ്റെ ഈ വാർത്താ സമ്മേളനത്തെ തുടർന്ന് കോട്ടയത്ത് വെച്ച് ജയിക്കിൻ്റെ നാട്ടിൽ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ ഒക്ടോബർ 2 ആയി.
താങ്കൾ പറഞ്ഞ പോലെ തന്നെ 30 ദിവസം അന്വേഷണം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും DGPക്ക് അന്വേഷണ റിപ്പോർട്ട് പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത്. അവിടെയാണ് ജയ്ക്ക് എന്ന പ്രതിനിധി, CPIM പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വന്നാൽ വളരെ ശക്തമായ നടപടികളിലേക്ക് പോകും എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന് അധികം ആയുസില്ലെന്നാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ സംശയങ്ങൾ കടമില്ലാത്തവണ്ണം നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടെ കണ്ട കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ മുൻ പൂരം നടത്തിപ്പ് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ പോലും ADGPയുടെ ഭാഗത്ത് നിന്ന് ചില പ്രകടമായ വീഴ്ചകൾ ഉണ്ടായതായി കവർ ലെറ്ററിൽ എഴുതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ കാര്യം വ്യക്തമായിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ കേരള പോലീസ് അസോസിയേഷന്റെ കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തോടുകൂടെ അതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു ചെറിയ മണിക്കൂറുകൾക്കകം ആ റിപ്പോർട്ട് CM ഓഫീസിന് ലഭ്യമാകും. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ വാക്ക് കടമെടുത്താൽ താൽക്കാലികമായ മാറ്റി നിർത്തലല്ല, ആ റിപ്പോർട്ടിൽ ഉപ്പ് തിന്നിട്ടുണ്ട് എന്ന് വെളിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതു വലിയ തലപ്പത്തിരിക്കുന്ന പോലീസ് സൈന്യാധിപനായാലും അദ്ദേഹം വെള്ളം കുടിച്ചിരിക്കും, വെള്ളം കുടിപ്പിച്ചിരിക്കും. അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമീപകാല അനുഭവങ്ങളാണ്. ആഭ്യന്തര വകുപ്പിൽ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ ഇത്രയും നാളത്തെ അനുഭവങ്ങളാണ്.